ഹായ് എല്ലാവർക്കും നമസ്കാരം. തുടരും നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച വൈക്കംകാരനായ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ഇപ്പം കണ്ടിറങ്ങിയുള്ളു. ഇത് സിനിമ കാണാത്തവർക്കും കാണാൻ പറ്റുന്ന റിവ്യൂ ആണ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ പറയുവാണെങ്കിൽ സിനിമ തുടക്കം തന്നെ സസ്പെൻസാണ്. പടം അങ്ങ് സസ്പെൻസിൽ അങ്ങ് പോകും. നമുക്ക് ഏതാ എവിടെ നിന്നാന്ന് ഒരു പിടുത്തം കിട്ടില്ല. പക്ഷേ ഗ്രാഫിക്സ് ഒക്കെ ഒരു രക്ഷയില്ല. നമ്മുടെ കേരളത്തിലുണ്ടായ കുറേ സംഭവങ്ങളൊക്കെയാണ് തുടക്കം തന്നെ കാണിക്കുന്നത്. അതെന്താണെന്നൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ റിവ്യൂ എന്ന് പറഞ്ഞാൽ സിനിമ കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തുടക്കം തന്നെ സസ്പെൻസും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയി. കുറേ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാം കാണാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നമ്മളൊക്കെ വർഷങ്ങളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ആ ഒരു പഴയ ലാലേട്ടൻ, ആ ഒരു ലാലേട്ടനെ കാണാൻ പറ്റി. അതിന് ഈ സംവിധായകനോട് ആദ്യം തന്നെ നന്ദി പറയുവാണ്. ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് സിനിമ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും സ്ക്രീനിൽ തന്നെ ആയിരിക്കും. പിന്നെ എങ്ങോട്ടും നമുക്കൊന്നും നോക്കാൻ തോന്നില്ല. കാര്യം അങ്ങനെ അങ്ങ് പോവാണ്. നമ്മൾ ഓർക്ക് ക്യാരക്ടറൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും. കാരണം അത്രക്ക് രസകരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 100 കോടി ബഡ്ജറ്റിലൊന്നും പടം പിടിക്കേണ്ട ആവശ്യമില്ല. ഈ ചെറിയ ബഡ്ജറ്റ് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഇത്രയധികം ഒരു എൻ്റർടൈൻമെൻ്റ് ആകുന്ന രീതിക്ക് സിനിമ പിടിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന സംവിധായകൻ. പിന്നെ പാട്ടൊക്കെ ഉണ്ട്. പാട്ടൊക്കെ നല്ല രസമുണ്ട്. നല്ല രസമുള്ള ആ ഒരു സന്ദർഭത്തിന് അനുയോജ്യമായ പാട്ടുകളൊക്കെയാണ്. പിന്നെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം ഈ ഒരു സിനിമക്കകത്തുണ്ട്. അതൊക്കെ കാണിച്ചിരിക്കുന്നത് ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിൽ നമ്മൾ എങ്ങനെയാണോ ആ ഒരു കാര്യം വിചാരിച്ചിരിക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ആ തുടക്കം നമ്മുടെ ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ആ ഒരു പേര് എഴുതി കാണിക്കുന്നത് ഭയങ്കര ഒരു ഫീല് കിട്ടും. എന്ന് വെച്ചാൽ അത് നമുക്ക് കണക്റ്റ് ആവും. മനുഷ്യനും മൃഗങ്ങളും അവരുടെ ഫാമിലിയും നമ്മുടെ ഫാമിലിയൊക്കെ ഒരു കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഇത് എഴുതി കാണിക്കുമ്പോൾ. പിന്നെ അങ്ങോട്ട് പടം പോയി ഇൻ്റർവെല്ലിൽ നിൽക്കുമ്പോൾ നമുക്ക് മൊത്തം സംശയങ്ങളായിരിക്കും. അതാണല്ലോ ഒരു സസ്പെൻസ് ത്രില്ലർ. അപ്പോൾ മൊത്തം സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു. പിന്നെയും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നീട് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രേക്ഷകനും ലാലേട്ടൻ്റെ കൂടെ നിൽക്കാൻ തോന്നും. പക്ഷേ ലാലേട്ടൻ്റെ കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ കുറേ ഇതടിച്ച് പോയി പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ പടം നേരെ ലാലേട്ടൻ്റെ കയ്യിലോട്ട് വരുവാണ്. പിന്നെ അങ്ങോട്ട് അറുമാദികളാണ്. ഇപ്പോഴത്തെ മിക്ക സിനിമയും കാണുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാണുമ്പോൾ തോന്നും ഇത് ആ സിനിമയുടെ ഭാഗമാണ്, അല്ല ഈ സിനിമയുടെ ഭാഗമാണ്, അല്ല ആ കഥയായിട്ട് ബന്ധമുണ്ടല്ലോ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇതിനങ്ങനെ ഒരു ബന്ധവും നമുക്ക് തോന്നിയില്ല. കാരണം യുണീക്കാണ്. അത്രക്ക് വെറൈറ്റി ഒരു കഥയാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതിക്കൊന്നും ഒരിക്കലും പടം പോകില്ല. വേറെ രീതിക്ക് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന ഇന്ന ആളായിരിക്കും, അല്ല ഇന്നതായിരിക്കും സംഭവം എന്ന് ചിന്തിക്കും. പക്ഷെ ആ രീതിക്കല്ല വരുന്നത്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് പടത്തിൻ്റെ ആ ഒരു പോക്ക്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. വൈക്കംകാരനായ തരുൺമൂർത്തിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ.